സർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിലെ ഒരു താരമായി മാറിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ ഉച്ചകോടി ഒന്നടങ്കം, അതിലെ അംഗരാജ്യങ്ങൾ ഒന്നടങ്കം അപലപിച്ചു. വളരെ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നു. പക്ഷേ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അത് കണ്ടപ്പോൾ കുരുപൊട്ടി. ഈ ബ്രിക്സ് അംഗരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. എന്താണ് സാർ ട്രംപിൻ്റെ ഈ ചൊറിച്ചിലിന് കാരണം? എനിക്ക് തോന്നുന്നു പഴയ DYFIക്കാരനാണെന്ന്. ഇതാണ് ഗവർണർ ഭാരതാംബയുടെ പടം വെച്ചാൽ ഉടനെ ഗവർണറെ എതിർക്കും, അദ്ദേഹത്തിന് ചുങ്കം പ്രഖ്യാപിക്കും, അദ്ദേഹത്തിന് ഉപരോധം ഏർപ്പെടുത്തും. അതാണ് ഒരു ഗവർണറെ അങ്ങനെ പോച്ച് ചാടിച്ചവർ. അടുത്ത ഗവർണർ വന്നപ്പോൾ താലത്തിൽ പിന്നെ പൂജാദ്രവ്യങ്ങളുമായിട്ട് വന്ന് സ്വീകരിച്ചു, വിമാനത്താവളത്തിൽ പോയി സ്വീകരിച്ചു, ക്ലിഫ് ഹൗസിലേക്ക് ഗസ്റ്റായിട്ട് ക്ഷണിച്ചു, പ്രാതൽ കഴിക്കുന്നു, അങ്ങോട്ട് പോകുന്നു. എന്തൊരു ബന്ധം, എന്തൊരു സ്നേഹം! അത് കടുക്കനിട്ടവൻ പോയപ്പോ കമ്മലിട്ടവൻ എന്ന് പറയുന്നത് പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ. ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ ദേ ഒരു പുതിയ ഗവർണർ. അദ്ദേഹം സൗമ്യനാണ്, പക്ഷേ ധൈര്യമുള്ളവനാണ്. ഇതാണ് ഇവരെ ആകപ്പാടെ കുഴിക്കുന്നത്. ഇവരുടെ ഈ ഭീഷണിക്ക് മുമ്പിലൊന്നും വഴങ്ങുന്നില്ല. ഭീഷണി കാണിക്കുമ്പോൾ അവരുടെ മുമ്പിലോട്ട് ചെന്നിട്ട് അദ്ദേഹം ഭാരതത്തിൻ്റെ സാംസ്കാരികമായ ചിഹ്നമുണ്ടല്ലോ, ആ കൈകൂപ്പ്, ആ കൈകൂപ്പുമായിട്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പോകും. അതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിൽ കുറച്ച് ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കും. ഇതൊന്നുമില്ല. ഒരു പടയാളിയെ പോലെ ഖാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ഷത്രിയ, ഒരു ക്ഷാത്രവീര്യമുള്ള ആളിനെ പോലെയാണ് അയാൾ പെരുമാറുന്നത്. നമ്മുടെ അതിർത്തി ഗാന്ധി അറിയാമല്ലോ, അദ്ദേഹം അഹിംസാമാർഗമാണ് സ്വീകരിച്ചെങ്കിലും ആജാനുബാഹുവായ ധൈര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടായിരുന്ന ആളല്ല അതിർത്തി ഗാന്ധി. അറിയാമല്ലോ, അബ്ദുൽ ഗാഫർ ഖാൻ, ഇന്ത്യയെ സ്നേഹിച്ച ആ ഖാൻ. അതുപോലൊരു ഖാനാണ് ഇദ്ദേഹവും ആരിഫ് മുഹമ്മദ്. പക്ഷേ ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് പിടിക്കില്ല. അതുപോലെ തന്നെ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് അത്ര പിടിക്കുന്നില്ല. ബാക്കിയെല്ലാം കൂടെ CPM പിണറായിയെ സ്നേഹിച്ച അവർ കുഴപ്പമില്ല. പക്ഷേ ഇനി ഭാരതമാതാവിനെ സ്നേഹിക്കാൻ പാടില്ല. നമ്മുടെ ശത്രുവല്ലേ അത്, ഒരിക്കലും അങ്ങനെ പാടില്ല. ഇനി ചൈനയുടെ മാതാവുണ്ടെങ്കിൽ അതിനെ പ്രചരിക്കും. അവിടുത്തെ ആഗസ്റ്റ് 15 ആപത്ത് 15 എന്ന് വിളിച്ച ആൾക്കാരാണ്. അതെ, ആപത്ത് 15, 16 മുറിക്കണം, വീതം വെച്ചെടുക്കണം എന്ന് പറഞ്ഞവരൊക്കെയാ. അപ്പം അത്രയുണ്ട്. അതുപോലെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ശരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആദ്യമായിട്ട് നേടിത്തന്ന ആള്. അതായത് ജപ്പാന്റെ ഷൂ നക്കി എന്നാണ് ഇവർ വിളിക്കുന്നത്. ആൻഡമാൻ നിക്കോബർ ഐലൻഡിൽ പൊരുതി ജയിച്ചു വന്നിട്ട് തൻ്റെ ഇടത്തോടെ നട്ടല് വളയ്ക്കാതെ വന്ന് പതാക ചാർത്തിയ ആള്, ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്ന INA-യുടെ ആള്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആള്. അവിടെ ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആദ്യമായിട്ട് നേടിത്തന്ന അദ്ദേഹമാണ്. റേഡിയോയിൽ കൂടെ ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ പ്രഭാഷണം, സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഭാഷണം നടത്തിയ ചങ്കൂറ്റമുള്ള ആള് അദ്ദേഹത്തിനോടൊക്കെ ഇവർക്ക് വലിയ പുച്ഛമാണ്. അതുപോലെ സ്വാമി വിവേകാനന്ദ, അദ്ദേഹം കൊടിനാട്ടി അവിടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പതാക നാട്ടി. അങ്ങനെ ഒരു പുച്ഛമാണോ ഈ ട്രംപ് കാണിക്കുന്നത് നരേന്ദ്രമോദിയോടും ഈ ബ്രിക്സ് അംഗരാജ്യങ്ങളോടും? ഇപ്പോൾ പറയുന്നത് ഇറക്കുമതി ചുങ്കം താരിഫ് 25% വർദ്ധിപ്പിക്കും, 25% വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് ഭീഷണി. കണ്ടില്ലേ ചൈന? അത് ആൾറെഡി ജപ്പാനിട്ടും ഒക്കെ പണി കൊടുത്തു കഴിഞ്ഞു ട്രംപ്. ഇന്ത്യക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. ഒരു പണിയില്ല, അങ്ങനെ താൻ അട്ട ചുരുളുന്ന പോലെ ചുരുളും. ചൈനയ്ക്ക് ഇതുപോലെ ഏർപ്പെടുത്തിയല്ലോ. ഇപ്പൊ എവിടെയായി സമഗ്ര വ്യാപാര കരാർ ഒപ്പിട്ടില്ലേ? അതുപോലെ തന്നെ ഇത് വെച്ചുകൊണ്ട് സമഗ്ര കരാർ ഒപ്പിടാൻ വേണ്ടി, വ്യാപാര കരാർ ഒപ്പിടാൻ വേണ്ടി സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു ഭീഷണി അത് പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുടെ നമ്മുടെ ഒരു പീയൂഷ് ഗോയൽ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതായത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ഇന്ത്യ കരാറുകൾ ഒപ്പിടാറുള്ളത്, മറിച്ച് ഇന്ത്യയുടെ താല്പര്യങ്ങൾ നോക്കിയിട്ടാണ്, അതുപോലെ പരസ്പര സഹകരണം നോക്കിയാണ് ഒപ്പിടാറുള്ളത്. അതുകൊണ്ട് ഈ ഭീഷണി ഇങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. കരാർ ഇന്ത്യ തള്ളി, വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞു, റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇയാളുടെ ഭീഷണിക്ക് മുമ്പ് ചൈന മുട്ടുമടക്കി, പക്ഷേ ഇന്ത്യ മുട്ടുമടക്കിയിട്ടില്ല. അതുപോലെ തന്നെ ചൈനയുടെ കൂടി സാന്നിധ്യത്തിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തി നടത്തിയ ഷാങ്ഹായ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ മീറ്റിംഗിൽ അവിടെ വെച്ചൊരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ഒന്നുമില്ലായിരുന്നു. അതെ, അത് ഒഴിവാക്കിക്കൊണ്ട് ബലൂജിൽ ട്രെയിൻ റാഞ്ചി കൊണ്ടുപോയത് വലിയ ഭീകരപ്രവർത്തനമാണ് കൊടുത്തത്. അപ്പം ഏകപക്ഷീയമായിട്ട് അത് വായിച്ചു നോക്കി രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ് പ്രതിദാനം ചെയ്തത്. നല്ല അത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും വിചാരിച്ച് ഇത് ഒപ്പിട്ട് കൈയടിച്ച് അങ്ങ് പോവും, പാകിസ്ഥാന് വലിയൊരു മൊറയിൽ ബൂസ്റ്റ് ആയിരിക്കുമല്ലോ, ഇത് ഒപ്പിടാൻ പറ്റില്ല. പഹൽഗാം എവിടെയതിനകത്ത്? പണ്ട് ഫിലോമിന ഒരു സിനിമ ചോദിച്ചത് എവിടെയാണ് കുന്നംകുളം, നിൻ്റെ മാപ്പിനകത്ത് കുന്നംകുളം ഇല്ലാത്ത മാപ്പോടെന്ന് പറഞ്ഞ് ഒരു വെട്ടി അവൻ ജീവനും കൊണ്ട് പോയി. ഒരു സിനിമയിൽ, ഏത് സിനിമയെന്ന് ഓർക്കുന്നില്ല. അങ്ങനെ
ഇതില്ലാത്ത ഒപ്പിടല്ലാന്ന് വലിച്ചു എറിഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ജയശങ്കർ ഒരടിയും കൂടെ അടിച്ചു. ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിംഗ് എല്ലാ രാജ്യങ്ങളും പഹൽഗാം ഉൾപ്പെടുത്താൻ തയ്യാറായിരുന്നു. പക്ഷേ ഒരു രാഷ്ട്രം മാത്രം എതിർത്തു. പാകിസ്ഥാൻ്റെ പേര് പറയത്തില്ല, എന്താണ് ഡിപ്ലോമസി ജയശങ്കർ. ഒരു രാഷ്ട്രത്തിൻ്റെ എതിർപ്പ് കൊണ്ട് അത് എഴുതായിരുന്നു, നമ്മൾ ഒപ്പിടാവുന്നു. ഷാങ്ഹായ് കോപ്പറേറ്റീവ് മീറ്റിംഗ് വൻ പരാജയമായി. അതിൻ്റെ പ്രതികാരമാണ് മോദി നേരിട്ട് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ കൂടിയ ബ്രിക്സ് മീറ്റിങ്ങിൽ അവിടെ പോയിട്ട് ആദ്യം പാസാക്കിയ പ്രമേയം പഹൽഗാം ഭീകരവാദത്തെ അപലപിച്ചു മാത്രമല്ല, മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള ടെററിസത്തെ ഇറക്കുമതി ചെയ്യുന്ന സ്വന്തം സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിൽ പോയിട്ട്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൽ പോയിട്ട് നടത്തുന്ന ഭീകരാക്രമണത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ബ്രിക്സ് ഒരുമിച്ചു നിൽക്കുമെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനം. ട്രംപ് പറഞ്ഞതല്ല, അതിനകത്ത് ചൈനയ്ക്കും വഴങ്ങേണ്ടി വന്നു എന്നുള്ള. ഇതിനകത്ത് പിന്നെ ട്രംപിനെ പ്രകോപിപ്പിച്ചത് റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്. ലോകത്തിലെ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്ക വൻ ശക്തികളാണ് ചേർന്നിരിക്കുന്നത്, വലിയൊരു ശക്തി. അതിന്റെ കൂടെ ഈ ബ്രസീൽ, പിന്നെ സൗത്ത് ആഫ്രിക്ക. അല്ല, മാത്രമല്ല പ്രമേയത്തിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇത് ചൈനയ്ക്ക് ഇത് അമേരിക്ക വലിയ അടിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ആ കാര്യത്തിൽ എടുത്ത നിലപാട് ഗാസയിൽ സമാധാനം ഉണ്ടാവണമെന്ന് സ്റ്റാൻസ് എടുത്തു. അങ്ങനെ വളരെ ബാലൻസ്ഡ് ആയി. ഇതിപ്പം ആ ബാലൻസ്ഡ് ആയതാണ് ഇദ്ദേഹത്തെ ചൂടിപ്പിച്ചത്. ലോകത്തിലുള്ള എല്ലാവരും ഇയാളെ പ്രശംസിക്കണം. പിന്നെ അമേരിക്കയില്ല, അല്ല, എല്ലാ രാജ്യങ്ങളും ഇയാളെ പ്രശംസിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. പിണറായി വിജയനെ എല്ലാവരും പ്രശംസിക്കണം എന്ന് പറഞ്ഞാണ് DYFI കുട്ടിക്കുരങ്ങന്മാർ. സംശയം ചോദിക്കാം, അല്ല, ഇത് കൂടെ പൂർത്തിയാക്കട്ടെ. DYFI കുട്ടിക്കുരങ്ങന്മാർ നടത്തുന്ന ഉപരോധങ്ങളും എല്ലാം ഇതുപോലെ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ DYFI കാരനായിട്ട് പുതിയ ജന്മം കിട്ടിയ ട്രംപ് DYFI കാരനായിരിക്കും. അതാ ഇത്ര വാശി. ട്രംപിനെ എല്ലാവരും ഇങ്ങനെ അതോ ഹിരണ്യകശിപുവോ തന്നെ സ്തുതിക്കണം, നാരായണനെ സ്തുതിക്കരുതെന്ന് പറഞ്ഞ പോലെ ഇപ്പം മനസ്സില്ലാന്ന് ഇന്ത്യ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ പിന്നെ താളത്തിനൊത്ത് തുള്ളാനിരിക്കുകയല്ല ഇന്ത്യ എന്നുള്ളത് ബോധ്യപ്പെട്ടും കഴിഞ്ഞു. അതിനാണ് അവിടെ കടന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. സാർ, ഒരു സംശയം. ട്രംപിന്റെ ഏറ്റവും വലിയ മോഹം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വാങ്ങിക്കണം എന്നുള്ളത്. അതിനിപ്പോ സത്യത്തിൽ നരേന്ദ്രമോദി ഒരു വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. കാരണം മോദി അതൊന്നും ആവശ്യപ്പെടുന്നില്ല, അതൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മോദിയുടെ പ്രവർത്തനങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കാരണം ഈ പറയുന്നത് പോലെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിലായാലും ഈ ഇസ്രയേൽ ഗാസ, ഇസ്രയേൽ ഇറാൻ, ഈ വിഷയത്തിലൊക്കെ ഒരു കൃത്യമായ നമ്മൾ പരമ്പരാഗതമായിട്ട് സ്വീകരിക്കുന്ന ഒരു ചേരിചേരാ നയമുണ്ട്. ആരുടെ ഒപ്പം കൂടാതെ സമാധാനത്തിന് വേണ്ടി കാര്യങ്ങൾ സംസാരിച്ച് തീർക്കണം, പരിഹാരം സംസാരത്തിലൂടെ, സമവായം ചർച്ചകളിലൂടെ എന്ന ഒരു ആംഗിളിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് ലോകത്ത് അതിന് വലിയ സമ്മതി കിട്ടുന്നുണ്ട്. ട്രംപിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മൈലേജാണ് മോദിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന് മോദിയോട് കടുത്ത അസൂയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സംഭവം. ഇത് എട്ടുകാലി മമ്മൂഞ്ഞ് അങ്ങനെയല്ല. അദ്ദേഹം എങ്ങനെയാണ് ഓരോ ആൾക്കൂട്ടം കൂടുമ്പോഴും അവിടെ അറിഞ്ഞാ സംഗതി അല്ല, അവർക്ക് ബൈറ്റിലുണ്ട് നമ്മളതിൻ്റെ ആള് എന്ന് അവകാശപ്പെടുന്ന പോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു പീസ് ബ്രോക്കർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് പരിഹാസ്യനായി. അത് ഇന്ത്യ നിഷേധിച്ചു, മോദിയെ നിഷേധിച്ചു, അത് എൻഡോഴ്സ് ചെയ്തില്ല. അതോടുകൂടി സമാധാനം കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു കാരണമായിരുന്നു. അത് നഷ്ടപ്പെട്ടു. അതിന് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം. പിന്നെ പുള്ളി പറഞ്ഞ ഇസ്രായേലിൽ സമാധാനം ഉണ്ടാക്കും, വഷളായി. ഇറാനുമായിട്ടും കൂടെ യുദ്ധമായി. എന്നിട്ട് ഇറാനെ പോയി ആക്രമിക്കുകയും ചെയ്തു. ഹൂത്തികളെ ഒതുക്കും. ഹൂത്തികൾ വന്നിപ്പോൾ കപ്പലും കൂടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ അദ്ദേഹം വേറൊന്ന് പറഞ്ഞ യുക്രൈനും റഷ്യയും തമ്മിൽ ഏറ്റവും വലിയ യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളുടെ സമാധാന അരിപ്രാഞ്ചിയെ പോലെ, ഇങ്ങനെ പത്മശ്രീ കിട്ടാൻ മോഹിച്ച അരിപ്രാഞ്ചിയെ പോലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി നടന്ന അദ്ദേഹം നടന്ന കാരണങ്ങളെല്ലാം ലോകം കൂടുതൽ വഷളായി, സമാധാനം കൂടുതൽ കുഴപ്പത്തിലായി തീർന്നു ട്രംപ് വന്നതിന് ശേഷം. സമാധാനക്കേടിനുള്ള നൊബേൽ സമ്മാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ ആള് ട്രംപിനാണ്. ട്രംപ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.